ഈ അച്ഛൻ സമാധിയായി എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ കാര്യം താങ്കളും താങ്കളുടെ സുഹൃത്തുക്കളെ അടുത്തൊക്കെ പറഞ്ഞിരുന്നോ? ഈ കമ്പനി പറഞ്ഞിരുന്നോ താങ്കൾ ലീവ് കൊടുക്കുന്ന സമയത്ത്? ഞാൻ അച്ഛന് സുഖമില്ല എന്ന് മാത്രം പറഞ്ഞു. അച്ഛന് സുഖമില്ല എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്ക് അച്ഛൻ സമാധിയായി എന്നുള്ള വിവരം അറിയുന്നു. ആ സമയത്ത് താങ്കൾ അച്ഛൻ ഇങ്ങനെ ഋഷിപീഠത്തിൽ ഇരിക്കുന്നത് കാണുന്നു. ബന്ധുക്കളെല്ലാവരും ഉണ്ട്, അതായത് സഹോദരനും സഹോദരന്റെ ഭാര്യയും അമ്മയും ഉണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ആ സമയത്തൊന്ന് ബാക്കി നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ അറിയിക്കണ്ടേ? ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ സമാധിയായി എന്നുള്ള വിവരം അറിയിക്കണ്ടേ? ഇത് എങ്ങനെയാണ് അച്ഛൻ സമാധിയായ വിവരം അറിഞ്ഞത്? ആരാണ് പരിശോധിച്ചത്? നിങ്ങൾ ആരെങ്കിലും ആണോ? കാര്യം അച്ഛൻ അസുഖം കൂടി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. സാർ ഇപ്പം സാർ ഓക്കെ ഞാൻ പറയാം സാർ. അത് ഞാൻ വന്ന് ഞാൻ എന്തായാലും അനിയൻ വിളിച്ചിട്ട് ഞാൻ വന്നല്ലോ വീട്ടിൽ. അതെ. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, രാജസേന അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ഷോൾഡറിലിട്ട് കുലുക്കുകയാണ്. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കൈയൊക്കെ ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. വലിയ ഹാർഡല്ല, ചെറുതായിട്ട് ഹാർഡായിട്ടുണ്ട്. പൾസില്ല. അത് പോയിട്ട് ശ്വാസം മൂക്കിലില്ല. ശ്വാസം മൂക്കിലില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വയറാനൊക്കെ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അച്ഛന്ന് കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നു അച്ഛൻ ശ്വാസമൊന്നുമില്ല, സമാധിയായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഒരു സമാധിയായോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരം ഒന്ന് ഉറപ്പിക്കേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഉറപ്പിക്കാൻ പറ്റിയോ? ശരിയാണ് സാറേ. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സമാധി ചടങ്ങുകളിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം ഈ ചടങ്ങുകളെല്ലാം നടത്തിയാൽ മതി, വേറെ വെളിയിലുള്ള ആരും വേണ്ട. എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെയും അറിയിക്കുകയോ എന്തായാലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അച്ഛൻ സമാധി ആയത് അച്ഛൻ പറയുന്നത് പോലെയാണ് ഞങ്ങൾ അനുസരിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ കർമ്മം മക്കൾ തന്നെയാണ് നല്ല രീതിയിൽ ചെയ്തതും അച്ഛൻ്റെ ആഗ്രഹം മക്കൾ തന്നെയാണ് നിറവേറ്റി കൊടുത്തിട്ടുള്ളതും. ഇപ്പോൾ നോട്ടീസ് അച്ഛൻ്റെ സമാധി ചടങ്ങുകൾക്ക് ശേഷം 3:30 മണിക്ക് ഞാൻ തന്നെയാണ് സാർ നോട്ടീസ്. അങ്ങ് 12:30 എത്തുന്നു. ആ സമയം ആവുന്നതിന് മുമ്പ് അച്ഛൻ സമാധി അടയുന്നു. അതിനുശേഷം ഈ സമാധി പീഠത്തിൽ നിന്ന്, ഈ ഋഷിപീഠത്തിൽ നിന്ന് അച്ഛനെ താഴേക്ക് ഇറക്കുന്നു അല്ലേ നിങ്ങൾ? ഇല്ല, ഋഷിപീഠത്തിൽ സമാധി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ കുളിച്ചിട്ടാണല്ലോ രാവിലെ ക്ഷേത്രത്തിൽ കയറുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നത്. അപ്പോൾ അതിന് ശേഷമാണല്ലോ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത്. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സമാധി ആകുമ്പോൾ അവിടെ നനക്കാൻ പാടില്ല. അതാണ് അതിൻ്റേതായിട്ടുള്ള ഹിന്ദു ആചാരം അനുസരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്ന് സമാധി ആയ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഇരുന്നത്. പിന്നെ അതിനുശേഷം ഒരു അനക്കൊന്നും നമ്മൾ അനക്കിയിട്ടൊന്നുമില്ല. അതിനുശേഷം എന്താ ചെയ്തത്? അതിന് മുകളിലേക്ക് സ്ലാബ് വെക്കുകയായിരുന്നോ ചെയ്തത്? അതിൻ്റെ പണി പൂർത്തിയാക്കി അല്ലേ? പിന്നെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാർ, അത് 3 സൈഡ് ഓപ്പൺ അല്ലേ? 3 സൈഡ് ഓപ്പൺ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ചുടുകല്ല് കൊണ്ടിട്ട് സൈഡ് കെട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഭസ്മവും കർപ്പൂരവും അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സൈഡും കെട്ടിയെടുത്ത് മാത്രമാണ് ചെയ്തത്. അതിനുശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ 2 പേരും അച്ഛൻ്റെ ആഗ്രഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്.